ജെനി എന്നാടാ? ഏയ് ഒന്നുമില്ലടാ ജെനി, നീ എന്താ ലിക്കർ വല്ലതും കഴിച്ചോ? ശരി ശരി ശരി, കോളേജില് പിള്ളേരാരോ പറ്റിച്ച പണിയാ. ഏയ് അവന്റെ ഒരു ചങ്കൂരം കണ്ടവളിയാ. ഇത്ര ആളുകൾ ഇവിടെ നിൽക്കുമ്പോ അതവന്റെ മിടുക്ക്. പണ്ട് ഇങ്ങനെയാണല്ലോ. ഓ കൊള്ളാം കൊള്ളാം. പക്ഷേ ഈ പോയത് അസൂയ. കാണിക്കുന്നോടാ നാറി. നീ മിണ്ടരുത്. ഇന്ദു, ഈ സൂക്കേടിന് ചികിത്സ വേറെയാ വേണ്ടത്. ജയിലോ തൂക്കുമരോ ഒന്നുമല്ല. മധ്യസ്ഥര് വന്നേക്കണു. ഞാൻ നിന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവനോട് പ്രേമാണെന്ന്. അവൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ചിലക്കല്ലടി മറ്റോളെ 24 മണിക്കൂർ എന്റെ തോളിലും ബൈക്കിലും കയറി നടന്നപ്പോ കണ്ടു എല്ലാരും പറഞ്ഞല്ലോ. നീ കേൾക്ക തന്നെ. അപ്പൊ നീ പറഞ്ഞു അങ്ങനെ ഒന്നും ഇല്ലാന്ന്. അപ്പൊ പറയാൻ എനിക്ക് സൗകര്യമില്ലായിരുന്നു. ക്യാമ്പസ് ആകുമ്പോ കാണാൻ കൊള്ളാവുന്ന ആരെങ്കിലും ഒരുത്തം വേണം കുറച്ചു നാൾ കൈ തൂങ്ങാൻ. എന്ന് വെച്ച് അത് നെഞ്ചു പൊട്ടുന്ന പ്രേമാന്നാ നിന്റെ വിചാരം? നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പറയാ എനിക്ക് നിന്നോട് ഒരു മണ്ണാൻ കട്ടിയില്ല. പ്രേമിക്കാൻ കല്യാണം കഴിക്കാനുള്ള മെച്ചൂരിറ്റി ഉണ്ടോ നിനക്ക്? പ്രായം പക്കത്തിൽ ഒരുത്തനെ കിട്ടിയിട്ടുണ്ടല്ലോ നിനക്ക് സൂക്കേട് തീർക്കാൻ. അവസാനായിട്ട് പറയാ ഞാൻ ഇനി നിന്നെ അവന്റെ കൂടെ കണ്ട ഒന്ന് പോടാ ചക്ക. നീ നോയിക്കോടി എന്റെ മുന്നിൽ കിടന്ന നാറി മുത്ത് അഴിഞ്ഞാടുന്ന നിന്റെ നീ വന്നേ. നിനക്കാണ് സൂക്കേട്. ഒരു ഐസ്ക്രീം നീട്ടി കാണിച്ച് അരഞ്ഞാണം മാത്രം ഇട്ടോണ്ട് ഷോ കാണിക്കുന്ന വെടക്കവള്. എന്താണോ ഇവളുടെ മാത്രമല്ല ലോകത്തൊരു പെണ്ണിന്റെ ഏറും പാഴാക്കാൻ ഞാൻ സമ്മതിക്കില്ല. പപ്പുവിന് വീണ്ടും ആ പഴയ സൂക്കേട് തുടങ്ങിന്നാ തോന്നുന്നത്. ഇത്തിരി ഇല്ലാത്ത പെങ്കൊച്ചു വരെ വീണു. എന്നാ പിടിച്ചോ, ഇനി എറിയുമ്പോ പറയണേ. ജെനി, നീ ഈ കാണിക്കുന്നത് പരമ ബോറ. പപ്പുവിന് എല്ലാം ഒരു നേരം പോക്കാ. ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുത്താ കരയേണ്ടി വരുവേ. കരയുമ്പോ ഞാൻ വിളിക്കാം. കണ്ണീരൊപ്പം വന്നേക്കണേ. നീ ഇങ്ങ് വന്നേ. എടി കൊച്ചെ, കണ്ടു നിന്നവര് കരഞ്ഞിട്ടുണ്ട് പണ്ട്, ഒരു 12 വർഷം മുമ്പ്. നിന്റെ ഇതേ സ്വഭാവമുള്ള ഒരുത്തി ഇമാതിരി കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് കണ്ണ് തുറച്ച് ചത്ത് മലന്ന് കിടന്നിട്ടുണ്ട്. അവിടെ Come on now,